മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ധനുരാശിക്കാരുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും. രാഹു 3-ാം ഭാവമായ കുംഭത്തിലും, ശനി 4-ാം ഭാവമായ മീനത്തിലും, ശുക്രൻ 5-ാം ഭാവമായ മേടത്തിലും, സൂര്യനും ബുധനും 6-ാം ഭാവമായ ഇടവത്തിലും, ഗുരു 7-ാം ഭാവമായ മിഥുനത്തിലും, ചൊവ്വയും ചന്ദ്രനും 8-ാം ഭാവമായ കർക്കടകത്തിലും, കേതു 9-ാം ഭാവമായ ചിങ്ങത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും. ബുധൻ ജൂൺ 6-ാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും, പിന്നീട് 22-ാം തീയതി അവിടെ നിന്നും കർക്കടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ചൊവ്വ 7-ാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറും. സൂര്യൻ 15-ാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. അതുപോലെ മേടത്തിൽ നിൽക്കുന്ന ശുക്രൻ 29-ാം തീയതി തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും സഞ്ചാരമാറ്റവും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 7-ാം ഭാവത്തിലാണ്. അവിടെ നിന്നും ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടി പതിക്കുന്നതും 1-ാം ഭാവത്തിലാണ്. ഗുരുവിൻ്റെ സ്ഥിതി ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമാണ്. അതിനാൽ ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണല്ലോ സഞ്ചരിക്കുന്നത്. അതിനാൽ ഒന്നും തന്നെ ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 5-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് 8-ാം ഭാവത്തിലാണ്. ജൂൺ 7-ാം തീയതി 9-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. 7-ാം തീയതിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും. പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതാണ്. അതുപോലെ ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാനും സാധ്യതകളുണ്ട്. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും. പ്രത്യേകിച്ച് സംഭവങ്ങൾ ഒന്നും തന്നെ നടക്കുന്നതല്ലായിരിക്കും. എങ്കിലും പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട്. ഇനി ധനുരാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 7-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ജൂൺ 6-ാം തീയതി ബുധൻ 7-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇത് ബുധൻ്റെ സ്വന്തം രാശിയാണ്. ഇവിടെ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിയും നിങ്ങളുടെ മേലാണ് പതിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 9-ാം ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജൂൺ 15-ാം തീയതി 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇവിടെ ബുധനും ഗുരുവും നിൽക്കുന്നുണ്ടായിരിക്കും. സൂര്യൻ, ബുധൻ, ഗുരു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അതിനാൽ ഭാഗ്യസ്ഥിതികളും ഈ മാസം നല്ലതായിരിക്കും. വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും.
കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ഭാവാധിപൻ ബുധനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുധൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ്. 10ാം ഭാവത്തിൽ സുഖസ്ഥാനത്ത് സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്ന ശനിയുടെ 7ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നല്ലതായിരിക്കും. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. എല്ലാം നന്നായി ആലോചിച്ച് സ്റ്റഡി ചെയ്തിട്ട് വേണം ഉചിത തീരുമാനങ്ങൾ എടുക്കുവാൻ. ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നല്ലതായിരിക്കും. ബിസിനസ്സിൽ പല പരിവർത്തനങ്ങളും ചെയ്യുന്നതായിരിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയം കൈവരിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. ശനി ഇപ്പോൾ നിൽക്കുന്നത് സുഖസ്ഥാനമായ 4ാം ഭാവത്തിലാണ്. ഇത് ശനിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. ശനി 4ൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിലും സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് പ്രോപ്പർട്ടി ഡീലിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. വീട്ടിലേക്ക് സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതുമായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ധനുരാശിക്കാർക്ക് ഈ മാസം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഇതാണ് ധനുരാശിക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.